രാജശ്രീ ആദീസ് വേൾഡിൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഇന്ന് തയ്യാറാക്കുന്നത് കൂട്ടുകറിയാണ്. ഓണസദ്യയിലെ പ്രധാന വിഭവങ്ങളിലൊന്നാണ് കൂട്ടുകറി. തയ്യാറാക്കാനായി ഞാനിവിടെ 5 ഉരുളക്കിഴങ്ങ്, 4 സവാള, 2 തക്കാളി, 3 കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. 200 ഗ്രാം ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. അതൊരു പച്ചമുളകും ഇഞ്ചിയും ഉപ്പും ചേർത്ത് ഒന്ന് നമുക്ക് അരച്ചെടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. വട പൊരിച്ചെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഒരു സൈഡായിട്ടുണ്ട്, മറിച്ചിട്ട് കൊടുക്കാം. ഇനി കോരിയെടുക്കാം. ബാക്കിയുള്ളതും അതുപോലെ പൊരിച്ചെടുക്കാം. എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് തിളച്ചിട്ടുണ്ട്. അതിനാവശ്യമായ 1/2 സ്പൂൺ ഉപ്പ് ചേർക്കാം. കൂട്ടുകറിക്ക് ആവശ്യമായ പൊടികളൊന്ന് വറുത്തെടുക്കാം. 3 സ്പൂൺ ബിരിയാണി മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയ ശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിടാം. വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. മൂന്ന് ഏലക്കായും 3 ഗ്രാമ്പൂവും ലേശം പട്ടയും. സാജീരകമാണ് ഇത്. ഒരു ടേസ്റ്റും മണത്തിനും വേണ്ടിയാണിത് ചേർക്കുന്നത്. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി സവാള ചേർക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരുപാട് ബ്രൗൺ നിറമാകണ്ട. നന്നായി ഉള്ളി ഒന്ന് വാടി കിട്ടിയാൽ മതി. വറുത്ത് വെച്ച പൊടികൾ ചേർക്കാം. രണ്ട് തക്കാളി അരിഞ്ഞത് ചേർക്കാം. അടുക്കാക്കി വെച്ചൊന്ന് മൂടി വെച്ച് വേവിക്കാം. അടച്ചു വയ്ക്കാം. തുറന്ന് നോക്കാം. ഇനി വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് തട്ടിക്കൊടുക്കാം. ബിരിയാണി മുളകായതുകൊണ്ട് നല്ല കളറുണ്ട്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ തേങ്ങയുടെ പാലാണിത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറി തിളച്ചിട്ടുണ്ട്. 1 സ്പൂൺ മസാല ചേർക്കാം. തിളയ്ക്കാനായി
അടച്ചു വയ്ക്കാം. ഇത്രയും കാഷ്യൂ നട്ട്സ് ഒന്ന് നന്നായി അരച്ചെടുക്കാം. കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി അരച്ചെടുത്ത കാഷ്യൂ നട്ട്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നോക്കാം. ഉപ്പ് ലേശം കുറവാണ്. 1/4 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ പൊരിച്ച് വെച്ച വട ഇതിലേക്ക് ചേർക്കാം. ഇനി ഈ കറി നന്നായിട്ട് ഇതിൻ്റെ ചാറെല്ലാം ഇതിലേക്ക് ഇറങ്ങി വടയിലേക്ക് ഇറങ്ങി കുറുകി കിട്ടും നന്നായിട്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി അടച്ചു വയ്ക്കാം. കൂട്ടുകറി റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.